സംസ്ഥാനത്ത് പാചകവാതക പ്രതിസന്ധി ശക്തമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് നഗരസഭയിൽ നിന്നും വലിയ ഒരു പിന്തുണ ലഭിക്കുന്നുണ്ട്. അത് ആർക്കെന്നാൽ ഈ വിദ്യാഭ്യാസത്തിനായി നഗരത്തിൽ വന്ന് കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റലുകൾക്ക് ഭക്ഷണം കിട്ടാതെ വരുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്ന് അറിയിച്ചുകൊണ്ടാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നുള്ളൊരു തീരുമാനമുണ്ടാകുന്നത്. അതേപോലെ തന്നെ ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാർക്കും വേണ്ട രീതിയിലുള്ള ഒരു സഹായം ചെയ്യുമെന്ന തീരുമാനമെടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മേയർ വി രാജേഷ് നമ്മളോട് പ്രതികരിക്കുകയാണ്. ശരിക്കും ഈ ഒരു പ്രതിസന്ധി ഉണ്ടോ? ഈ മാധ്യമങ്ങളിൽ വരുന്നത് പോലെ തരത്തിലുള്ളൊരു പ്രതിസന്ധി ഇല്ല. ചില സ്ഥലങ്ങളിൽ ഹോസ്റ്റലുകൾ, കൂടുതൽ കുട്ടികളുള്ള സ്ഥലത്ത് ഹോസ്റ്റലുകൾ ചെറിയ ആശങ്കയിലാണ്. അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിൻ്റെ സമീപമുള്ള ചില ഹോട്ടലുകളിൽ കുറച്ച് വില കൂട്ടിയിട്ടുള്ളതായിട്ടുള്ള വിവരമുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ യോഗം ചേർന്നത്. ഇന്നിപ്പോൾ സർവകക്ഷി യോഗം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സർവകക്ഷി യോഗം ചേർന്ന് നാളെ സർവകക്ഷി സംഘം മെഡിക്കൽ കോളേജ് സന്ദർശിക്കും. മെഡിക്കൽ കോളേജ് സന്ദർശിച്ച് സൂപ്രണ്ടുമായി സംസാരിക്കും. അതോടൊപ്പം തന്നെ അവിടുത്തെ ക്യാൻറ്റീൻ, ഏതെങ്കിലും ക്യാൻറ്റീൻ അടച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് പ്രവർത്തിപ്പിക്കുവാനുള്ള സാഹചര്യം, ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ട് സംസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ പാചകവാതകം തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ വാർ റൂം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ പാചകവാതകം ഹോസ്പിറ്റൽ ക്യാൻറ്റീനുകൾക്കും ഹോസ്റ്റലുകൾക്കും എത്തിക്കുന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ ആദ്യഘട്ടത്തിൽ ആലോചിക്കുന്നത്. അതിന് നാളെ രാവിലെ 11 മണിക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ സർവകക്ഷി പ്രതിനിധി സംഘം മെഡിക്കൽ കോളേജ് സന്ദർശിക്കും. അതിനുശേഷം ഞങ്ങൾ അവിടെ വച്ചിട്ട് അടുത്ത ഘട്ടം എന്താണ് വേണ്ടത് തീരുമാനിക്കും. അതേപോലെ വിദ്യാർത്ഥികൾ ഇപ്പോൾ പരീക്ഷാ സമയം അടുത്ത് വരികയാണ്. അങ്ങനെ നാട്ടിൽ നിന്നൊക്കെ തിരുവനന്തപുരത്ത് വന്നെത്തുന്നുണ്ട്. അവർക്ക് ഭക്ഷണം കൃത്യമായി കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ എന്താണ് ചെയ്യുന്നത്? ഹോസ്റ്റലുകളുമായിട്ട് ബന്ധപ്പെടുവാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഏതൊക്കെ ഹോസ്റ്റലുകളിലാണ് ഒരു പ്രതിസന്ധി അങ്ങനെ നിലവിലുള്ളത് എന്ന് അന്വേഷിച്ച് ഗ്യാസ് ഏജൻസികളുമായി ബന്ധപ്പെട്ട് അവർക്ക് ഗ്യാസ് എത്തിച്ചു കൊടുക്കുവാനുള്ള സാഹചര്യമാണ് ഞങ്ങൾ ആദ്യം പരിശോധിക്കുന്നത്. അപ്പോൾ അതിലൂടെ തന്നെ മറികടക്കാൻ സാധിക്കും, എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ തന്നെ മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ് വിശ്വാസം. അത് കഴിഞ്ഞതിന് ശേഷം മറ്റ് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ അടുത്ത നടപടിയിലേക്ക് പോകും. ഇപ്പോൾ പല കടകളിലും ഇതുപോലെ കരിഞ്ചന്തയിൽ ലഭിക്കേണ്ട അവസ്ഥയാണ് എന്നൊക്കെ പരാതികൾ ചില കടകളിൽ നിന്നൊക്കെ പറയുന്നുണ്ട്, ഹോട്ടലുകളിൽ നിന്ന്. അപ്പോൾ അത് ഗൗരവമായി പരിശോധിച്ച് നടപടിയെടുക്കും. അങ്ങനെ കരിഞ്ചന്തയിൽ ഹോട്ടലുകളിൽ വിൽക്കുന്നതായിട്ടുള്ള വിവരം കിട്ടിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ പൂഴ്ത്തിവയ്പ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാനുള്ള നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. കരിഞ്ചന്തയുടെ വില കൊടുത്താലേ ഹോട്ടലിൽ കിട്ടുകയുള്ളൂ എന്ന് ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടില്ല. ഏതായാലും കൃത്യമായൊരു നടപടി സ്വീകരിച്ച് ഈ ഭക്ഷണ ദാരിദ്ര്യം ഉണ്ടാക്കാത്ത ഒരു അവസ്ഥയിലേക്ക് തന്നെ അത് തുടർന്നു പോകില്ലേ? അതെ, ഹോസ്റ്റലുകളും ഹോസ്പിറ്റലുകളിലും ആണ് ഞങ്ങൾ. ഇപ്പോൾ വീടുകളിലൊന്നും ഒരു പ്രശ്നമില്ല. വീടുകളിലൊക്കെ ആവശ്യത്തിനുള്ള പാചകവാതകമൊക്കെ ഉണ്ട്. ഹോസ്പിറ്റലുകളും, അതായത് തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തുനിന്നൊക്കെ വന്ന് താമസിക്കുന്നവർ, ജില്ലയിൽ തന്നെ ദൂരസ്ഥലങ്ങളിൽ നിന്ന് താമസിക്കുന്നവരും ചികിത്സയ്ക്ക് വരുന്നവരും, അവരുടെയൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്കാണ് നാളെ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ സന്ദർശിക്കുന്നത്. തീർച്ചയായും വളരെ നന്ദി. തിരുവനന്തപുരത്തെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ബാധിക്കാത്ത വിധത്തിലുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നതായി തന്നെയാണ് മേയർ പറയുന്നത്. ഏതായാലും വലിയ ആശങ്കകൾ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഇപ്പോൾ വളരെ വ്യക്തമാക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും രഞ്ജിത്തിനൊപ്പം വിഷ്ണു കരുണാകരൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.